அர்ஜுன் தாஸ், அண்ணாபன், யோகி பாபு நடிக்கும் கோன் சிட்டி அதோட ட்ரெய்லர் தான் நமக்கு இன்னைக்கு பார்க்க போறோம். வாங்க. லவ், டிராமா, ஆக்ஷன், த்ரில்லர் இதையும் வச்சிருக்கா காமெடியா? Love ஆ? காமெடி வந்துருச்சு. இப்ப நம்ம சேனலே ஹிட்டா. ஹிட் ஜானர். நமக்கு ஏன் இந்த பணம் கிடைச்சதுன்னு தெரியல உனக்கு? பவர் ஹவுஸ் பிக்சர்ஸ் ஆரம்பிக்கணும்னு சொன்னல, அதுக்கு தான் நான் வந்திருக்கேன். பவர் ஹவுஸ் தேவையில்லாம பிரச்சனை போய் மாட்டிக்குமா சொல்றேனே, அறிவில்ல சிஸ்டம் டவுன். கிளவுட் ஸ்டுடியோஸ். உனக்கு அப்பா பிடிக்குமா அம்மா பிடிக்குமா? அண்ணா. எவ்வளோ கிளைண்ட்ஸ் பார்த்துருக்கேன். நம்பிக்கை தான் செய்யலாம். ஆனா எனக்கு இதை விட அப்பாவை ரொம்ப பிடிக்கும். அர்ஜுன் தாஸ். இப்போ நான் இருக்கிற பிரச்சனைக்கு பத்தாதுல இன்னும் நிறைய വേണം. நான் தான் இருக்கிறேன். മണി ഹിസ്റ്റ് കൊണ്ട് പടമായിരിക്കും. അതുപോലെ ഇനി വല്ല ബാങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് അതുപോലെ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന പടം പോലത്തെ ടൈപ്പ് എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷെ ആ തുടക്കം ആർക്കും ഇട്ട് കൊട്ടുകൊടുത്താണ് ലവ് ആക്ഷൻ ഡ്രാമ, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കോമഡിയും കൂടെ കൂട്ടിയാൽ സിനിമ ആ ജോണർ വന്ന് സിനിമ ഹിറ്റാവും എന്നുള്ളത് ആർക്കും ഒരു കൊട്ടു കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. குயிக் மணியா? മണി ருக்மணியா? இல்ல பத்மினி உன்கிட்ட போய் சொன்ன பாரு. சொல்றதே புரியல. போயா. പത്മിനി ഫ്രോഡ്. മംഗലപുരത്തില് தொடர்ந்து ஒரே நாள்ல பலவிதமான மோசடி. ഓ സ്കാംസ് വരുന്ന പടങ്ങളാണ് കേട്ടാ. சின்ன இஷ்டத்துக்கு காசு கேட்டுறான். என்ன தைரியத்துல பேச வந்துக்கிற நீ? எனக்கு வேற வழி தெரியலடா. മോനെ കടത്തിക്കൊണ്ടോ? வேற ஏதாவது வழி இருக்கான்னு பாப்போம். ஆனா ஒரு வழி இருக்கு. பணம். ஆனா உன்னை மாட்டிக்காத மாதிரி ஒன்று பண்ணணும். ഒരു ഡോക്ടർ വൈബ് അടിക്കുന്നല്ലേ. ഇൻസ്പയർഡ് ട്രൂ ഇവന്റ്സാ. டேய் சரவணா, ஐஸ்வரி டேய் அமைதியா பேசுறா. ஏ சீன் ரோலர் மியூசிக்கல். அம்மா நான் பாத்துக்கிறேன்டா. ஒரு கம்ப்ளைண்ட் கொடுக்கலான்னு வந்தேன். அந்த பிரிண்டர்ல ஏதோ சம்திங் ராங். சரவணா, இஸ் இட் ட்ரூ? കൊള്ളാം, കോമഡി ഉണ്ട്. சாரி சார். நோ கம் அகைன். எனக்கு வேற வழி தெரியல சார். போயா. ഇത് എനിക്കൊന്നും ഫണ്ണായിട്ടൊക്കെ കലർന്ന് ഇവര് പൈസ അടിക്കാൻ വേണ്ടി പോകണാണ്. ഇവരുടെ മകനെ ആരോ കടത്തിക്കൊണ്ട് പോകുമ്പോൾ പൈസ തിരിച്ചു കൊടുത്ത് അതിന് പൈസ അടയ്ക്കാൻ പോകുന്ന എടുത്തുകൊണ്ട് വരുന്ന ഒരു ടൈപ്പ് പടമാണ്. കോൺ സിറ്റി എന്നാണ് പടത്തിന്റെ പേര്. ഇതിന്റെ ടീസർ മുമ്പ് എന്തോ റിലീസ് ചെയ്തപ്പോൾ ടീസർ നന്നായിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഫുള്ളി ഒരു കോമഡി ആയിട്ടുണ്ട്. ഇനി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വല്ല എൻഗേജിങ് ആയിട്ട് സീരിയസ്നെസ് ആയിട്ട് ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. യോഗി ബാബു ഒക്കെ നല്ല കോമഡി കാണും. പുള്ളിക്കാരന് വരുന്നത് കുറെ വേഷങ്ങൾ മാറുന്നുണ്ട്. ஒன்று கேட்டீங்களே சார், சாகர வரைக்கும் பணம் வேணும்னு. அதுக்கு நான் ஒரு ஐடியா வச்சிருக்கேன் சார். ஐடியா நல்லா இருக்கு. யார் டைரக்டர்? இவன் தானே. அப்ப ஹீரோ அதுவும் இவன் தானே. ரெண்டுமே நீதான் பண்ணுவிய? லிரிக்ஸ் கூட எழுதுவாரு. ധനുഷിനാണെന്ന് തോന്നുന്നത് ഈ ട്രോള്. பிக்சர்ல பாட்டு பாடுற ஐடியா கூட இருக்குன்னு ധനുഷ് ഹാരിസ് റെസ്റ്റോറന്റ് ഡയറക്ടർ. കോൺ സിറ്റി. சார் கரண்ட் பில் கட்டு சார். கரண்ட் போயிடுச்சு, அப்புறமா வா போ. அது கரண்ட் இல்லையா? இது இபி ஆபீஸ் தானே? ஈபி ஆபீஸ்னா பேட்டரியில ஓடுது. போயா. 26 ജൂൺ. ജൂൺ 26-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. കണ്ടിട്ട് ഒരു നല്ലൊരു സിനിമ വരാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ധനുഷിന്റെ റെഫറൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിനയിക്കും, ഡയറക്റ്റ് ചെയ്യും, പാട്ട് പാടും, ലിറിക്സ് ചെയ്ത് എല്ലാം ധനുഷിലെ ആ ഒരു നിങ്ങൾ ആ ഒരു റെഫറൻസിൽ ആരാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ധനുഷിയെ വരുവാ. നിങ്ങൾക്ക് ആ ഒരു പേരിൽ കറക്റ്റായിട്ട് ധനുഷിന്റെ പേര് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ട്രെയിലർ നന്നായിട്ടുണ്ട്, ഒരു ഫണ്ണായിട്ട്. പിന്നെ ഈ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ വേഷം മാറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാശ് അടിക്കാൻ വേണ്ടി പോകുന്ന ഒരു പടമാണ്. അതിന് ഇടയ്ക്ക് ആ തൊപ്പി വെച്ചൊക്കെ വരുമ്പോൾ കറക്റ്റ് മറ്റേ രാക്ഷസന്റെ ആ ഒരു സൈക്കോ വില്ലന്റെ ആ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടോ ശ്രദ്ധിച്ചോ മനസ്സിലാവും. ആ ഒരു ലുക്കിലാണ് എനിക്കിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു ട്രെയിലർ. അന്നാപിന്നെയും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരു നല്ലൊരു സ്റ്റോറിയുള്ള ഒരു പടം ആവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും കോമഡി എന്തായാലും ഉണ്ട്. പക്ഷെ ആ തുടക്കം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലവ് ആക്ഷൻ ഡ്രാമ കുറച്ച് കോമഡിയും കൂടെ ചേർത്ത് ആ ജോണറെ വന്നാൽ ഹിറ്റ് തന്നെ പടം എന്നൊക്കെ ഉള്ളത്. ആൻഡ് ട്രെയിലർ നന്നായിട്ട് തന്നെ ഉണ്ട്. കോൺ സിറ്റി
അർജുൻ ദാസ് ആൻഡ് VTV ഗണേഷ്, യോഗി ബാബു, അന്നാബൻ, സീൻ റോളറാണ് ഇതിന്റെ മ്യൂസിക്കും വളരെ ഫണ്ണായിട്ട് തന്നെയുണ്ട്. എനിക്കൊരു പടം ടോട്ടലി ഫണ്ണി തന്നെ ആയിരിക്കും. ഈ സീരിയസ് ആയിട്ട് വരുന്ന സീൻസിലും ഫണ്ണി തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും 26 ജൂണിന് സിനിമ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടെ പറഞ്ഞേക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാം. സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഹൈപ്പ് ചെയ്തോ. അപ്പോൾ ബൈ ബൈ ഗൈസ്.